സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരോട് ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ വേളയിൽ പറയുവാനിടയായി. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് വചനത്തിന്റെ മാർമിക സത്യങ്ങളെ അറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഈസ്റ്റേൺ പ്രദേശത്ത് കർത്താവിന്റെ വചനവുമായി TV പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ ദൈവം എനിക്ക് തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഇതിൽ കൂടി നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ നടത്തുന്ന ഈ മിനിസ്ട്രിയിൽ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആർക്കെങ്കിലും ഞങ്ങളുമായി ബന്ധപ്പെടുകയോ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഇമെയിലിലോ ടെലിഫോൺ നമ്പറിലോ ഞാനുമായി ബന്ധപ്പെടുവാൻ സാവകാശമുണ്ട്. ഇപ്പോൾ കരോളിൽ കഴിഞ്ഞ നാളുകളിൽ നടന്ന മീറ്റിങ്ങിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. അതിലേക്ക് നിങ്ങളെല്ലാവരെയും ആനയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. എനിക്ക് എന്നെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. By race I'm from Pakistan. പാകിസ്ഥാൻ ഞാൻ ഇവിടെ വന്നു. By grace I'm Christian. ദൈവകൃപയാൽ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. By his blood I was washed. യേശുവിന്റെ രക്തത്താൽ ഞാൻ കഴിയപ്പെട്ടവനാണ്. And I so much thank to the Lord. ദൈവത്തിന് ഞാൻ വളരെ നന്ദി കരയറ്റുന്നു. Pastor Varghese और पूरा ये फैमिली इस घर के जो लोग हैं उनका इधर जो बैठा है जो इधर ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും praise the Lord. ദൈവത്തെ സ്തുതിക്കുകയാണ്. Praise the Lord. Praise the Lord. I don't say praise the Lord. You know what the praise is? Praise means something prevention. Like doctors say for the diabetes, don't take the sweet. That is called praise. Prevention, yes. എടുക്കരുതെന്ന് നിർദ്ദേശിക്കുന്നു. അത് എടുക്കുന്ന സ്വഭാവമല്ല എനിക്കുള്ളത്. Hallelujah. Amen. Pastor Varghese have given my introduction, so I just go to direct to the word of God. പാസ്റ്റർ വർഗീസ് പാസ്റ്ററെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ നേരത്തെ തന്നല്ലോ. आज मैं जो आपके साथ शेयर करना चाहता हूँ वो आप ही का एक सवाल है. आपसे मुराद के जो कलीसिया का सवाल है. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. पिछले दिनों में हमने कलाम में से देखा था. ഈ ദിവസങ്ങൾ നിങ്ങൾ വചനത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കാം. Many people they've been complain that we are praying but God is not listening. പലരും കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ തുടർച്ചയായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നാൽ ദൈവം ഞങ്ങൾക്ക് ഒരു ഉത്തരം തരുന്നില്ല. This is the one of very common complaint that the church have nowadays. ഇത് മിക്ക ചർച്ചകളിലുമുള്ളതായ ഒരു കംപ്ലൈന്റ് ആണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളത്. There is one other complaint. അടുത്തതായിട്ടുള്ള ചോദ്യം that we are not success in our life. We are trying to be prosper in our area, but we are fail. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു ഉന്നതി ലഭിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ വളരെ പരിശ്രമിക്കുന്നു, എന്നാൽ ഞങ്ങൾക്ക് ആ ഉന്നതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അടുത്ത ചോദ്യം. How many people agree for this? എത്ര പേര് ഇതിനോട് അനുകൂലിക്കുന്നുണ്ട്? Yes, so we are agree for this complaint the church, the believer have nowadays. ഈ വിശ്വാസികളായിട്ടുള്ളവർക്ക് ഉള്ള ഒരു ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ. So आइए हम कलाम में से देखते हैं, प्रभु के वचन में से देखते हैं. ദൈവവചനത്തിൽ നിന്ന് ഞാൻ കാണുന്നത് what is the reason? ഇതിന്റെ കാരണം എന്താണെന്നുള്ളതാണ്. Why the people don't success in their life? എന്തുകൊണ്ട് people തങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉന്നതി പ്രാപിക്കുന്നില്ല? If God willing,
ഈ ദൈവം അനുവദിച്ചാൽ I will also teach and preach about why God is not listening the prayer. ദൈവം എന്തുകൊണ്ട് പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നതിനെ കുറിച്ച് ഞാൻ പഠിപ്പിക്കുവാനും അതിനെക്കുറിച്ച് ആക്കി തരുവാനും തക്കവണ്ണം ആഗ്രഹിക്കുന്നു. But will we see today what the word of God say about why the people don't success in their life? എന്തുകൊണ്ട് ആൾക്കാർ തങ്ങളുടെ ജീവിതത്തിൽ വിജയം പ്രാപിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. Joshua chapter 1 verse 8 യോശുവയുടെ പുസ്തകം is very familiar scripture in the word of God. I believe many of my sisters, many of my brothers, they know by heart. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. So dhyan means very diligently, yes. Diligently you have to be considered on the word of God. ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഇതിനെക്കുറിച്ച് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഇതിന്റെ ഉത്തരം കിട്ടുവാൻ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. So for success in our life is very simple. നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് ഏറ്റവും ഒന്നാമത്തെ കാര്യം വളരെ നിസ്സാരമാണ്. Whatever is written in the word of God, when we read very carefully. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നമ്മൾ വായിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം. But unfortunately it's not like that. എന്നാൽ നമ്മൾ അങ്ങനെയല്ല, ഓടിച്ച് വായിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത്. Can you turn with me in Luke chapter 24? ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം verse 1. Somebody can read. അവർ ഉണക്കിയ സുഗന്ധവർഗ്ഗം എടുത്ത് ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം അധികാലത്ത് കല്ലറയ്ക്കിലെത്തി. കല്ലറയിൽ നിന്ന് കല്ല് എടുത്തുകളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നാറെ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ Yeah, just verse 1 only. Verse 1 only. ഒന്നാം വാക്യം മാത്രം മതി. So what is written here? These ladies, they go to the tomb. ഈ സ്ത്രീകൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ സുഗന്ധവർഗം ഒരുക്കിക്കൊണ്ട് കല്ലറയ്ക്കലെത്തി. With some the fragrance. സുഗന്ധവർഗവുമായിട്ട് അവര് കല്ലറയ്ക്കലെത്തി. So they don't have any clue that he is going to be resurrected. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒരു ചിന്തയും അവർക്കില്ലായിരുന്നു. In their mind is that he is a dead body, so we are going to put the fragrance on his body. അവരുടെ ചിന്തയിൽ യേശു മരിച്ചവിടെ കിടക്കുന്നു, ആ ശവശരീരത്തിന്മേൽ പൂശുവാനുള്ള സുഗന്ധവർഗവുമായിട്ടാണ് അവിടേക്ക് അവർ പോയിരിക്കുന്നത്. मैं ये सोच सकता हूँ, देख सकता हूँ कि आप सब प्रभु के वचन को पढ़ने वाले हो. നിങ്ങൾ എല്ലാവരും ദൈവവചനം പഠിക്കുന്നവരാണ്. आपने कभी भी ये नहीं पढ़ा होगा कि प्रभु यीशु ने ये कहा था कि आप ऐसे सुबह के टाइम पे आ जाना खुशबूदार चीजें लेकर. कभी भी यीशु ने नहीं कहा था. യേശു ഒരിക്കലും പറഞ്ഞില്ല ഇതുപോലുള്ള സുഗന്ധവർഗം ഒരുക്കിക്കൊണ്ട് രാവിലെ നിങ്ങൾ എന്റെ ശവശരീരത്തിൽ. Does anybody have read this one in the word of God? No. So from where she get this message? ഇത് വചനത്തിൽ പറയാതിരിക്കുന്ന ഈ പ്രവൃത്തി എവിടെ നിന്നാണ് അവര് ചെയ്യുവാൻ കാരണമായി തീർന്നത്? प्रभु यीशु ने ये कहा था യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, कि मेरा स्लीप पर मरना, കുരിശന്മേൽ മരിക്കുക എന്നത്, दफन होना മരിച്ച് और അടക്കപ്പെടുക, तीसरे दिन मुर्दों में से जी उठना जरूर है. 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. Why did not listen this one? എന്തുകൊണ്ട് അവർ ശ്രദ്ധിച്ചില്ല? If we don't listen the word of God, ദൈവവചനം ശ്രദ്ധിക്കാതിരുന്നാൽ, so we have seen here that in verse in the same verse, ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് in verse 3 that they were so confused and they was crying that somebody has taken this body of Jesus Christ. അവര് യേശുവിന്റെ ശരീരം ആരോ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് കരയുന്ന ഒരു അവസ്ഥയാണ് They was crying because they have spent a lot of money to bring this all stuff there. അവര് വളരെ പണം ചെലവാക്കിയാണ് ഈ സാധന സുഗന്ധവർഗമെല്ലാം ഒരുക്കിക്കൊണ്ട് രാവിലെ കല്ലറയ്ക്കൽ വന്നത്.
when Jesus came, he was so angry. That's why he said, Mary, he said very shoutly, what you doing here with all this stuff? യേശു മറിയോട് ചോദിക്കുകയാണ്, ഈ സാധനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? I never told you to bring this stuff here. ഞാൻ ഒരിക്കലും നിങ്ങളോട് പറഞ്ഞില്ല ഇത് നിങ്ങൾ ഇവിടെ കൊണ്ടുവരണമെന്നുള്ളത്. I have told you that I have to be die, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ മരിക്കും, and third day I have to be resurrected. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. So this is the one of the message from here, that we don't listen what the word of God say to us. ഇത് ഈ ഒരു വചനം, ആ വചനത്തിൽ എഴുതി യേശു പറഞ്ഞതായ വാക്ക് ശ്രദ്ധ വെച്ച് കേൾക്കാഞ്ഞതിനാലാണ് ജീവിതത്തിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ That is the പറ്റുന്നത്. reason of our defeat in our life, that we don't listen from the word of God. We don't read carefully the word of God. ഇപ്പോൾ ദൈവവചനം ശ്രദ്ധയോടെ വായിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യാത്തതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങൾ പറ്റുന്നത്. The second point is from the word of God. Who are the first who give this news to the public that Jesus Christ is resurrected? ആരാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്നുള്ളതായ വാർത്ത ആദ്യമായിട്ട് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്? So who are these? ആരാണ്? Ladies. Sorry? Maria Magdala. Maria Magdala. Okay. Is that the word of God says? അത് വചനം അങ്ങനെയാണോ പറയുന്നത്? Because that we listen from our forefather, from the preacher, so we believe. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പറഞ്ഞത് നമ്മൾ And we have read so many times the word of God. നമ്മൾ പലതവണയും ദൈവവചനം വായിച്ചവരാണ്. But word of God says something different. ദൈവവചനം പറയുന്നത് വേറൊരു വിധത്തിലാണ്. If you can turn with me Matthew 28. Angel of God told that. മത്തായിയുടെ സുവിശേഷം 28-ാം Angel അധ്യായം. of God told that Jesus Amen. was Amen. resurrected. Yes. So who give the first good news to the public? That is Angel the of question. God. Angel of God. ആരാണ് ഈ സദ്വർത്തമാനം ആദ്യമായിട്ട് അറിയിച്ചത്? So in chapter 28, Matthew verse 11. അവർ പോകുമ്പോൾ താഴ്കൂട്ടത്തിൽ अभी वो जा रहे थे. They were still going. അവരിപ്പോഴും To give this പോയിക്കൊണ്ടിരിക്കുകയാണ്. So who gave the first this news? ആരാണ് ആദ്യത്തെ ഈ വർത്തമാനം? The guard, the peridar, the soldier they give the first news to the people that he is resurrected. ആ പട്ടാളക്കാരാണ് ആദ്യത്തെ വാർത്ത ലോകത്തിന് കൊടുത്തത്. It's from the word of God. ഇത് വചനത്തിൽ നിന്ന് ഇതാണ്. It's not from the Pakistani Bible, but it's every Bible. ഇത് പാകിസ്ഥാനി ബൈബിൾ So what is written there? The first news was given by the people those was unbeliever, who was not believer. ഈ ആദ്യത്തെ വർത്തമാനം കൊടുത്തത് വിശ്വാസികളല്ല. That is the reason unbeliever, when they say something about Christ, the people believe. മറ്റുള്ള വിശ്വാസികളല്ലാത്തവർ പറയുന്ന വചനം ലോകം കൂടുതൽ വിശ്വസിക്കും. That's the reason there were so many people was believe this one. അതുകൊണ്ടാണ് പലരും ഇത് വിശ്വസിക്കാൻ കാരണമായിട്ട്. If Mary and the other disciple they give this news, they will say because he's your master, that's why you're saying, but we don't believe. മേരെ പറയാണ് ഇത് നിങ്ങളുടെ മാസ്റ്റർ പറഞ്ഞുകൊണ്ടാ വിശ്വസിച്ചത്. നിങ്ങളുടെ മാസ്റ്ററാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ മാസ്റ്ററാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവര് വിശ്വസിച്ചില്ല. That's why they believe on their shoulder. Those are even know that we're going to be die because it's a crime. Is disobedient of their word. അവന്റെ വചനം അനുസരിക്കാതിരിക്കുന്നത് ഒരു But they give തെറ്റാണ്. this news because it was a wonderful news on that night. ആ രാത്രിയിൽ അവരാ മനോഹരമായ വർത്തമാനം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട്. I just want to give one more example that why the people are defeated. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇങ്ങനെ തോൽവി സംഭവിക്കുന്നതെന്ന് വേറൊരു വചനത്തിൽ കൂടെ നിങ്ങളോട് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. We have read in Joshua chapter 1 verse 8. യോശുവയുടെ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നിന്നും നമുക്ക് വായിക്കാം. God say to Joshua, ദൈവം യോശുവയോട് പറഞ്ഞത്, जैसे मैं मूसा के साथ था मैं तेरे साथ रहूंगा. മോശയുടെ കൂടെ ഞാൻ ഇരുന്ന പോലെ നിങ്ങളോട് കൂടെയും ഇരിക്കും. So the Israelites was so happy.
അത് അവർക്ക് വളരെ സന്തോഷമായിരുന്നു. So we have a leader same like Moses. മോശെ പോലെ നാം ജീവിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, ദൈവം നമ്മോട് കൂടെയും ഇരിക്കും. So I will make this story short. Now we can come to the point. നമുക്ക് ഇതിന്റെ ഈ വിഷയത്തിലേക്ക് കടന്നു വരാം. Let us turn on chapter 6 verse 27. ഏതിന്റെ? യോശുവ Joshua, yeah, chapter 6 verse 27. 6-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. It's written there, so खुदावन जोशुआ के साथ था और उस सारे मुल्क में उसकी शोहरत फैल गई. So God was with Joshua and that news was everywhere in that country or that city. അങ്ങനെ യഹോവ യോശുവയുടെ കൂടെ ഉണ്ടായിരുന്നു, അവന്റെ കീർത്തി ദേശത്തെല്ലായിടവും പരന്നു. So everybody was so satisfied that we have a God with us. അത് മോശയോടുകൂടെ ദൈവം ഉണ്ടായിരുന്നതുപോലെ യോശുവയുടെ കൂടെയും ദൈവമുണ്ട് എന്നുള്ളതായ വാർത്ത അവിടെ എല്ലാവർക്കും എല്ലായിടത്തും പരക്കുകയും എല്ലാവർക്കും അത് മനസ്സിലാക്കുകയും ചെയ്യുവാനുള്ള കൃപ ദൈവം കൊടുത്തു. As my dear sister, they said that in Exodus chapter 33 verse 12 and 13, when Moses said to God, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 12-13 വാക്യത്തിൽ, so Joshua said to God very very simple one thing. വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് പറഞ്ഞത്. God, whatever you say I obey. ദൈവമേ, നീ എന്ത് കൽപ്പിച്ചാലും ഞാനത് അനുസരിക്കും. Wherever you want me to go, I will go. നീ എന്നെ എവിടെ അയച്ചാലും ഞാൻ പോകും. But one thing I want to ask you also. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. We will not go without you. You have to come with us. നിന്നെ കൂടാതെ ഞങ്ങൾ എങ്ങും പോകാൻ ആഗ്രഹിക്കുന്നില്ല. നീ ഞങ്ങളോടുകൂടെ കടന്നു വരേണം. There are so many believer and the preacher nowadays. ഇന്ന് ഈ കാലത്തെ അനേക പ്രാസംഗികന്മാരുണ്ട്. God send us. We will go for your work. ദൈവം അയക്കുന്നതായ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ പോകുമെന്ന്. They never ask God to come with us. എന്നാൽ അവർ ഒരിക്കലും ദൈവത്തോട് പറയുന്നില്ല, നീ ഞങ്ങളോട്. Why Moses was so successful? Because he always depend on his God. എന്തുകൊണ്ടാണ് മോശയുടെ ജീവിതത്തിൽ വിജയമുണ്ടായത്? എപ്പോഴും ദൈവത്തിൽ So ആശ്രയിച്ചുകൊണ്ടിരുന്നു. same thing God told to Joshua. അതേ വിഷയം തന്നെയാണ് യോശുവയോടും ദൈവം പറഞ്ഞത്. That Moses asked me to come with me, and that's why I was with him. ദൈവത്തോട് പറഞ്ഞു, നീ എന്നോടുകൂടി പോരണമെന്ന്. I will be also with you. ഞാൻ നിന്നോടുകൂടെ പോരും. So the whole nation was so satisfied. അതുകൊണ്ട് ആ രാജ്യം മുഴുവൻ സന്തുഷ്ടരായിരുന്നു. So that is from the word of God. അത് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Let us turn on chapter 7 verse 2. 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. യോശുവ യെരിഹോയിൽ നിന്ന് ബേഥേലിന് കിഴക്കെ ബേഥാവിന്റെ സമീപത്തുള്ള ഹായിലേക്ക് ആളുകളെ അയച്ചു. അവരോട് നിങ്ങൾ ചെന്ന് ദേശം ഉറ്റുനോക്കുവിൻ എന്ന് പറഞ്ഞു. 3, 4, 5. അവർ ചെന്ന് ഹായിയെ ഉറ്റുനോക്കി. യഹോവയുടെ അടുക്കൽ മടങ്ങി വന്നു അവനോട്, ജനമെല്ലാം പോകണമെന്നില്ല, ഹായിയെ ജയിച്ചടക്കുവാൻ 2000-ഓ 3000-ഓ പോയാൽ മതി. സ്വജനത്തെ അവിടേക്ക് അയച്ചു. കഷ്ടപ്പെടുത്തേണ്ട, അവർ ആൾ ചുരുക്കം അത്രയെന്ന് പറഞ്ഞു. അങ്ങനെ ജനത്തിൽ ഏകദേശം 3000 പേർ അവിടേക്ക് പോയി. എന്നാൽ അവർ ഹായ് പട്ടണക്കാരുടെ മുമ്പിൽ നിന്ന് തോറ്റുകൂടി. ഹായ് പട്ടണക്കാർ അവരിൽ 36ഓളം പേരെ കൊന്നു. അവരെ പട്ടണവാതിൽ തുടങ്ങി സെവാരിയും വരെ പിന്തുടർന്നു. മലനിരയിൽ വെച്ച് അവരെ തോൽപ്പിച്ചു. അതുകൊണ്ട് ജനത്തിന്റെ ഹൃദയം പോലെ ആയിപ്പോയി. 5-ാം വാക്യം. Number 5, yes. Okay. ഹായ് പട്ടണക്കാർ അവരിൽ 36ഓളം പേരെ കൊന്നു. അവരെ പട്ടണവാതിൽക്കൽ തുടങ്ങി സേവാരിയും വരെ പിന്തുടർന്നു. മലഞ്ചെരുവിൽ വെച്ച് അവരെ തോൽപ്പിച്ചു. അതുകൊണ്ട് ജനത്തിന്റെ ഹൃദയം ഉരുകി വെള്ളം പോലെ ആയിത്തീർന്നു. So they've been defeated the first battle. അവരാ യുദ്ധത്തിൽ തോറ്റുപോകാൻ And they lost their 36 people. അവരുടെ 36 പേര് നഷ്ടപ്പെട്ടു. So that news was very very bad news in everybody. ആ ദുഃഖവർത്തമാനമാണ് എല്ലാവരെയും Which കേൾപ്പിച്ചത്. God is with us? ഏത് ദൈവമാണ് ഞങ്ങളോട് കൂടെ ഉള്ളതെന്നുള്ള We defeat our very first battle. ഞങ്ങളുടെ ഒന്നാമത്തെ യുദ്ധത്തിൽ ഞങ്ങൾ തോൽക്കുകയായിരുന്നു. Hallelujah. So they were so confused. What is going to happen in our life? അവര് വളരെ സംശയിച്ചു, ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. As usual, every believer, എല്ലാ വിശ്വാസികളും പതിവ് പോലെ they was complaining God again.
ദൈവത്തോട് പരാതിപ്പെടുകയാണ്. If we read from verse 10, 10-ാം വാക്യം നാം വായിക്കുമ്പോൾ യഹോവ യോശുവയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന എന്തിന്? yeah, we can start from verse 8. Somebody can read for me. 8-ാം വാക്യം Yeah, you can start from 6 onward. You will get him in this whole story. യോശുവ അവസരം കയറി യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടും കൊണ്ട് സന്ധ്യ വരെ അയാൾ സാഷ്ടാംഗം വീണു കിടന്നു. അയ്യോ കർത്താവായ യഹോവേ, ഞങ്ങളെ രക്ഷിപ്പാൻ അവരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടത് ഈ ദിനത്തെ യോർദാനിക്കരെ കൊണ്ടുവന്നത്. ഞങ്ങൾ യോർദാനക്കരെ പാർത്തു നിന്നെങ്കിൽ മതിയായിരുന്നു. യഹോവേ, ഇസ്രായേൽ ശത്രുക്കൾക്ക് പുറം കാത്തിയ ശേഷം ഞാൻ എന്തു പറയേണ്ടു? കനാനിൻ ദേശനിവാസികളൊക്കെ കേട്ട് ഞങ്ങളെ ചുറ്റുവളഞ്ഞ ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ പേർ മായ്ച്ചു കളയുമല്ലോ. എന്നാൽ നീ നിന്റെ മഹത്തായ നാമത്തിന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് യോശുവ പറഞ്ഞു. Amen. So verse 10. യഹോവ യോശുവയോട് അരുളിച്ചത്, എഴുന്നേൽക്കാം, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം അവർ ലംഘിച്ചു. Amen. Hallelujah. So God said to Joshua, I am not wrong. I did nothing wrong. Your people have a sin in their life. They have disobeyed in their life. നിങ്ങളുടെ ആൾക്കാർ ഇത് പാപം ചെയ്തു, എന്റെ കൽപ്പനയെ ലംഘിച്ചു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോൽവി ഉണ്ടായത്. What was the sin അവരുടെ പാപം എന്തായിരുന്നു? which make them defeat in their life? അവരുടെ യുദ്ധത്തിൽ തോൽക്കുവാൻ കാരണം എന്താണ്? While God was saying that I will be with you, ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. എന്നിട്ട് when we don't obey the word of God, നിങ്ങൾ ദൈവവചനം we'll be അനുസരിച്ചില്ല, defeat in our life. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോൽവി ഉണ്ടായി. God has told them very clearly ദൈവം അവരോട് വളരെ വ്യക്തമായിട്ട് in Joshua chapter 6 verse 18. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ ദൈവം അവരോട് സംസാരിച്ചു. 18 and 19. ശാപം ചെയ്തിരിക്കെ ശവദാർഭത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപം ഒരിടത്തും വരുത്താതിരിക്കേണ്ടത് ശവദാർഭമായ വസ്തു ഒന്നും തൊടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും വെള്ളിയും പൊന്നും ഒക്കെയും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള പാത്രങ്ങളും യഹോവയ്ക്ക് വിശുദ്ധം. അവ യഹോവയുടെ ഭണ്ഡാരത്തിൽ ചേരണം. അനന്തരം ജനം ആ പുരോഹിതന്മാർ കാഹവുകയും ചെയ്തു. ജനം കാഹനാഥം കേട്ടു ഒത്തിച്ചത്തിൽ ആർത്തിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തരും നേരെ മുമ്പോട്ട് പടർന്നു. Yes, 18 and 19, yes. So that was God command to them. ദൈവം അവരോട് പറഞ്ഞത് ഇതായിരുന്നു. God said, take everything, whatever you can get over there, നിങ്ങൾക്ക് അവിടെ നിന്ന് എല്ലാം എടുക്കാം, but don't take this stuff like silver, gold, Things under the one. and the steel and all this stuff. Don't take with you in your home. These are belong to where? To the God house. Amen. These are from my house. So take it to my house. Don't take your home. That was very much clear. സ്വർണവും വെള്ളിയും പൊന്നും ഒക്കെയും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള പാത്രങ്ങളും യഹോവയ്ക്ക് വിശുദ്ധം. അവ യഹോവയുടെ ഭണ്ഡാരത്തിൽ ചേരണം, എന്നാൽ നിങ്ങൾക്ക് എടുക്കുവാൻ അവകാശമില്ല. Anything say God if you don't obey is a sin. ദൈവം പറയുന്നത് അനുസരിക്കാതിരിക്കുന്നത് തന്നെ പാപമാണ്. God love to the sinner, but He don't love to the sin. ദൈവം പാപികളെ സ്നേഹിക്കുന്നുവെങ്കിലും പാപത്തെ സ്നേഹിക്കുന്നില്ല. And He teach them that you should be obey the word of God. അവൻ അവരെ പഠിപ്പിച്ചത് ദൈവവചനം അവരെ അനുസരിക്കണമെന്നുള്ളതാണ്. And He tell them, you can ask your people, they have sinned. നീ ജനത്തോട് പറയണം അവർ പാപം ചെയ്തു എന്ന്. Chapter 7 verse 1. 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. 4 സ്വയംവസ്തുവും സംബന്ധിച്ച ഒരു അകൃത്യം ചെയ്തു. യഹൂദാഗോത്രത്തിൽ സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശവദാർഭ വസ്തുവിൽ ചിലത് എടുത്തു. യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളെ നിലവിളിച്ചു. That is the reason. There was a tribe, there was a family who has done this disobedient of the word of God. ദൈവത്തിന്റെ വചനം ഈ കുടുംബം അനുസരിക്കാതിരുന്നതിന്റെ ഫലമാണ് അവർക്ക്. Because of one tribe, the whole nation Israelite have to be suffered. ഒരാൾ നിമിത്തം ഒരു രാജ്യം മുഴുവൻ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്നു. My dear sister and brother, പ്രിയ സഹോദരി സഹോദരൻ, we have to care about everybody in the home. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും കുറിച്ച് Because of one person in the family, ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ
the whole family have to be suffered. കുടുംബം മുഴുവൻ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി We വരും. have to be lift up. നമ്മൾ അത് ഉപേക്ഷിക്കണം. If anybody is weak in the family, ആരെങ്കിലും ഭവനത്തിൽ ബലഹീനനാണെങ്കിൽ, now maybe in your mind that what is the reason you say this one, Pastor James? Why you say this one? ഇതെന്തുകൊണ്ടാ പറഞ്ഞത്? What is the concern with our life nowadays with this scripture? നമ്മുടെ ജീവിതവുമായിട്ട് ഈ വചനം എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? Turn with me Malachi chapter 3. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം നമുക്ക് വായിക്കാം. It's very familiar scripture. Everybody know very well. Is have a concern with this one. Verse 8. 8-ാം വാക്യം 3:8. മനുഷ്യനെ ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിന് വഴിപാടും തന്നെ നിങ്ങൾ ഈ ജാതി മതി. So what God says here, bring all the tithe in, offering. all the tithe and offering where? In my house. These are belong to my house. These are the thing, the silver, gold and all these things are belong to my house. Don't take on your house. So this same thing God says here. So bring this tithe and offering in my house. ഈ ദശാംശമൊക്കെയും എന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ദൈവം പറയുന്നത്. അത് നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുപോകാനുള്ളതല്ല. Verse 9. 9-ാം വാക്യം. Yes, somebody can read. നിങ്ങൾ ഈ ജാതി മുഴുവൻ തന്നെ എന്നെ തോൽപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. Verse 10. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ട നിങ്ങൾ ദശാംശം മുഴുവൻ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവേ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൽ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോൾ നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരും. Yeah, I said bring all the tithe in my house, so my house should be have what? More thing, the flourish thing. So my house will be more flourished. I have the question to ask. What is his house? എന്താണ് ദൈവത്തിന്റെ ആലയം? What is the Lord's house? ദൈവാലയം എന്താണ്? Who is the Lord's house? We are the temple of God. Amen, hallelujah. We are the house of the Lord. Amen. So God has made a universal plan, universal commandment that bring all the tithe and offering to my house. ദൈവം So പറയുന്നത് my house have more flourish, more the prosperity. നിങ്ങളുടെ ദശാംശം മുഴുവനും എന്റെ ആലയത്തിലേക്ക് കൊണ്ടുവരുവേൻ, എന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും. That is the reason there are so many people have defeat in their life. അതുകൊണ്ടാണ് അനേകരുടെ ജീവിതത്തിൽ തോൽവി Whatever is belong to God, they don't bring on the God house. ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവാലയത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. That's why they don't prosper in their life. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ That's why they don't have the success in their life. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ That's why they don't have the shining face on the life. അവരുടെ ജീവിതം ഒരിക്കലും That's why the God is not with them. അതുകൊണ്ട് ദൈവം അവരോട് കൂടെ ഇല്ല. I was in my life എന്റെ ജീവിതത്തിൽ so confused in one moment. വളരെ ഒരു കാര്യത്തിൽ വളരെ സംശയിച്ചു. I was in Saudi ഞാൻ സൗദിയിലായിരുന്നപ്പോൾ and there were so many mess up in my life. എന്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. God is only remember when you are so rich. ദൈവം വലിയവനാണ്. And God is remember when we are so poor. ഞങ്ങൾ ദൈവത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ പാവപ്പെട്ടവരാണ്. When you have everything from the God, ദൈവത്തിൽ നിന്ന് എല്ലാം ഉണ്ടെങ്കിലും if you praise Him is very good. God is so happy. ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നുവെങ്കിൽ ദൈവം വളരെ If you don't do it, നിങ്ങളിത് ചെയ്യുന്നില്ല എങ്കിൽ God says, I give you everything, but you don't remember me, I will forget you. നിങ്ങൾ എനിക്ക് തരുവാനുള്ളത് തരുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളെ മറന്നു പോകും. That's what happened in my life. അതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. So I was so confused in my life. ഞാൻ എന്റെ ജീവിതത്തിൽ വളരെ I was a nominal Christian, ഞാൻ ഒരു നാമധേയ but God was not in my life. എന്നാൽ ദൈവം എന്റെ ജീവിതത്തിൽ ഒന്നുമില്ലായിരുന്നു. Thanks God. Thanks God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. God has some plan for everybody's life. ദൈവത്തിന് ഓരോ വ്യക്തി ജീവിതത്തെ കുറിച്ചും പ്രത്യേക പ്ലാനുകൾ ഉണ്ട്. We can walk our way
നമുക്ക് നമ്മുടെ വഴിയിൽ നടക്കുവാൻ We സാധിക്കും. can walk with our plan. നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമുക്ക് But the word of ജീവിക്കാൻ God says in Proverbs 18:21, His purpose is always accomplished. അവന്റെ ഉദ്ദേശം നിറവേറ്റുവാൻ നമ്മളെ കുറിച്ചുള്ള 1921. ഉദ്ദേശം Yes. ഏത് ഭാഗം? 19:21. Proverbs, yes. ഏത്? Yes. Proverbs 19:20. ആ, സദൃശ്യവാക്യം 19. സദൃശ്യം വാക്യം 19:21. Hallelujah. Somebody can read this one. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും ഉണ്ട്, അവിടെ ആലോചന നിവൃത്തിയാവും. Amen. Only the God purpose will be accomplished in our life. ദൈവത്തിന്റെ പ്ലാൻ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. So this is what happened in my life. അതാണ് എന്റെ ജീവിതത്തിൽ I was സംഭവിച്ചത്. trying myself ഞാൻ എന്റെ ജീവിതത്തിൽ with my own power, with my own understanding, എന്റെ ഉദ്ദേശവും പ്ലാനും അനുസരിച്ച് നടന്നു. but I was failed. എന്നാൽ അത് തോൽവിയായിരുന്നു എന്റെ ജീവിതത്തിൽ. So there was my friend. I was working in the Saudi airline as a duty manager. ഞാൻ സൗദി അറേബ്യയിൽ ഒരു ഡ്യൂട്ടി മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Even though I'm Christian, ഞാൻ ഒരു ക്രിസ്ത്യാനിയായി. they want to help me അവരെന്നെ സഹായിക്കുവാൻ because we ആഗ്രഹിച്ചു. as a friend was in the same boat. എനിക്ക് ഒരു കൂട്ടുകാരൻ ആ ബോട്ടിലുണ്ടായിരുന്നു. There was Muslim അവൻ മുസ്ലിം and there was Arabic. അറബിയുമായിരുന്നു. So we decided to go to Makkah, ഞങ്ങൾ മക്കായിക്ക് പോകാനായിട്ട് and തീരുമാനമെടുത്തു. we have a very special prayer there called Umrah. ഉംറ എന്ന പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. People go there and bow their head before the black box. They call this is the holy box. ഹോളി ബോക്സിന്റെ മുമ്പിൽ അവര് തല വണക്കിയിരുന്നു. When we go there, ഞങ്ങൾ അവിടെ പോയപ്പോൾ they start as usual they was doing. ഞങ്ങൾ പതിവ് പോലെ അവിടെ ചെയ്തു. But I was confused. I said, no, I'm not going to bow my head before this black box. ഞാൻ ഇതിന്റെ മുമ്പിൽ എന്റെ തല കുനിക്കയില്ല എന്ന് തീരുമാനം. Because I have inside a different belief. എന്റെ ഹൃദയത്തിനുള്ളിൽ ഒരു വ്യത്യസ്തമായ വിശ്വാസമായിരുന്നു. My friends, they came, they said, what happened? Ishvikanta Yalatif, they speak in Arabic. So what happened with you? You are so sweating and confused. എന്താണ് നിന്നെ വിയർക്കുന്നതും വളരെ സംശയമുള്ളവനായും ഇരിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. I tell them that I'm not convinced by coming here to bow my head before the black box. ഈ പ്ലാറ്റ്ഫോമിന്റെ മുമ്പിൽ എന്റെ തല വണക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. The Hindus are better than us. ഹിന്ദുക്കൾ ഞങ്ങളെക്കാൾ At നല്ലവരാണ്. least they bow their head before some gold plated statues. ചില ബിംബങ്ങളുടെ മുമ്പിലാണ് അവര് തങ്ങളുടെ തലകളെ. And I even don't know what is inside. ഞാൻ ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയുന്നില്ല. I don't want to bow my head. ഞാൻ ഇവിടെ എന്റെ തല വണക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. If Allah is God, if Allah is God, ഇത് ദൈവം ഇത് അള്ളാഹ് He ദൈവമാണ്. should be everywhere. ദൈവം എവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. Why should come from all the way 1,000 miles എന്തുകൊണ്ട് 1000 മൈൽ യാത്ര ചെയ്ത് ഇവിടെ വരെ to വരേണ്ട just pray ആവശ്യം? only here? ദൈവം ഇവിടെയും ഉള്ളൂ. I'm not going to bow my head. ഞാൻ എന്റെ തല വണക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. They said, just forget you're only confused. They just start, they're praying and worship. അവര് അത് കൊടുത്തിട്ട് അവിടെ അവരുടെ ദൈവത്തെ ആരാധിക്കുന്നു. I was so sweating. എന്നെ വളരെ വിയർക്കുന്നുണ്ടായിരുന്നു. I don't know what to do. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. So what happened? Somebody have tapped me here. ഞാൻ ആരോ എന്റെ തോളിൽ തട്ടി. I don't mind first time. ആദ്യം ഞാൻ അതിനെ കുറിച്ച് അത്ര ശ്രദ്ധ There കൊടുത്തില്ല. were so many people. They was walking around and they was touching each other. ധാരാളം ആൾക്കാരിങ്ങനെ നടന്നു പോകുമ്പോൾ മുട്ടിയതാണെന്നാണ് ചിന്തിച്ചത്. Then the second time I get tapped here. രണ്ടാമത്തെ തവണ ഇവന്റെ തോളിൽ തട്ടി. I saw like this. One skeleton is not the body of the human, but the human skeleton. ഒരു മനുഷ്യന്റെ സ്കെൽട്ടൻ ശരീരം. Very bright light like this light. ഈ ലൈറ്റ് പോലെ വളരെ Very bright light. Very much bright light. വളരെ പ്രകാശമുള്ള ഒരു This came from there. അവിടെ നിന്നും വന്നു. And the sound is came. The voices came.
the voices came, he talked, അവന്റെ ശബ്ദം I am the way, I am the truth, I am the life. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ആമേൻ. Nobody can go to God except me, I am Jesus Christ. എന്നെ കൂടാതെ ഒരുത്തനും പിതാവിന്റെ അടുക്കൽ പോകുവാൻ കഴിയയില്ല. ഞാൻ യേശു ക്രിസ്തുവാകുന്നു. By his light I get transformed, I become a new person of Christ. ഞാൻ ആ സമയം തന്നെ ഞാൻ എന്നിലൊരു മാറ്റം സംഭവിച്ചു. ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി. As the word of God says in 2 Corinthians chapter 5 verse 17, ആമേൻ. 2 Corinthians 5 whoever is in Christ is a new creation. ആര് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ The old things is gone, now become a new person. പഴയതെല്ലാം കഴിഞ്ഞുപോയി ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു. From that day, ആ ദിവസം മുതൽ I'm a new person. ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി The old thing was gone. പഴയതെല്ലാം കഴിഞ്ഞുപോയി. What was the old thing? എന്തോ ആയിരുന്നു പഴയത്? In Genesis, in the early chapter, God says that there is always evil thought of the human. മനുഷ്യന്റെ ഹൃദയത്തിൽ എപ്പോഴും ദുഷ്ചിന്തകളുണ്ട്. These are the old thing is gone when you become the new person in Christ. നമ്മുടെ പഴയ മനുഷ്യനെ അവന്റെ രാഗമോഹത്തോടുകൂടെ ഉരിഞ്ഞു കളയുക എന്നുള്ളതാണ് ഒരു പുതിയ സൃഷ്ടിയായി The തീർന്നാലുള്ള. same, my friend, they came to me, he asked me, what happened now? You are so sweating. What happened to എന്റെ you? കൂടെ വന്ന എന്റെ കൂട്ടുകാരൻ എന്നോട് ചോദിക്കുകയാണ്, You look so "നീ different." എന്തുകൊണ്ടാണ് വളരെ വിയർത്തിരിക്കുന്നത്? I tell them, this is what happened with me. I have seen Jesus Christ here and he talked to me. ഞാൻ യേശുവിനെ ഇവിടെ കണ്ടു, അവ യേശു എന്നോട് സംസാരിച്ചു എന്ന് ഞാൻ They പറഞ്ഞു. said, oh, just forget you have seen their dream and daytime dream is not good. ഈ സമയം സ്വപ്നം കാണുക എന്നുള്ളത് നല്ലതല്ല, അതൊക്കെ മറന്നു കളയാൻ പറഞ്ഞു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. But they have seen my life change. അവരെന്റെ ജീവിതം ചേഞ്ച് ആയിരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. This time they was laughing and they was joking each other. ഈ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും But after they saw my life is changed and God is prospering me day by day, ഈ ദൈവം എന്റെ ജീവിതത്തെ ഒരു വ്യത്യാസം വരുത്തി ദിവസത്തിന് ദിവസം എന്റെ also my family will be changed. എന്റെ സകല പ്ലാനുകളും മാറ്റി. And they have examined me time to time and they were so impressed. അവര് എന്നെ ഓരോ ദിവസവും പരിശോധിച്ചുകൊണ്ടിരുന്നു. They were so inspired. അവര് വളരെ സന്തുഷ്ടരായിരുന്നു. Thanks God. ദൈവത്തിന് സ്തോത്രം. After 4 years, 4 വർഷങ്ങൾക്ക് ശേഷം by changing my life, they've been changed also. എന്റെ ജീവിതം ചേഞ്ച് ചെയ്തതുപോലെ തന്നെ And they accept Jesus Christ as the Lord and Savior. ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ. കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുവാൻ That was my testimony in my middle of my life. എന്റെ ജീവിതത്തിന്റെ സാക്ഷ്യം ഇതാണ്. എന്റെ ജീവിത മധ്യത്തിലുണ്ട്. But my forefather was Muslim. എന്റെ വല്യപ്പന്മാര് മുസ്ലിങ്ങളായിരുന്നു. Then when they convert, they was nominal Christian. അവരെ കൺവെർട്ട് ചെയ്ത് നാമതേ So ക്രിസ്ത്യാനി. this is how we are going on. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. But God has some promise. God has some purpose in my life. എന്നാൽ ദൈവത്തിന് എന്നെ കുറിച്ച് പ്രത്യേക ഉദ്ദേശം, പ്രത്യേക This is all what പ്ലാൻ. happened in my life. ഇതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. Praise the Lord. Hallelujah. Hallelujah. Now I have my daughter. She is at 24. എന്റെ മകൾക്ക് 24 വയസ്സുണ്ട്. She been graduated from Oral Roberts University. അവള് ഇത് റോബർട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായി. And she is a pastor. ഒരു പാസ്റ്ററാണ്. She is taking care for my church in Philadelphia. ഫിലദൽഫിയയിലെ എന്റെ ചർച്ചിന്റെ പാസ്റ്ററായിട്ട് അവൾ ഇരിക്കുന്നു. And thanks God we have a church in Pakistan. ഞങ്ങൾക്ക് ഒരു ചർച്ച് ദൈവകൃപയാൽ പാകിസ്ഥാനിലും ഉണ്ട്. Our church name is Assembly of Believer Christian Church. Assembly of Believer Christian Church. ക്രിസ്ത്യൻ ചർച്ച്. And I have my son-in-law, എന്റെ മരുമകൻ Pastor Varghese. I will introduce you about him. പാസ്റ്റർ വറീസ് അവനെ കുറിച്ച് He is പറഞ്ഞു. also pastor. അതും പാസ്റ്ററാണ്. My wife is a wife of 33 years. എന്റെ My wife is a wife of 33 years. എന്റെ വൈഫിന് 33 വയസ്സ്. She is a prayer lady. We always stay in the home and pray for the children when we go outside. മക്കൾ വെളിയിൽ പോകുമ്പോഴൊക്കെയും അവർ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുന്ന Thanks God. ദൈവത്തിന് മഹത്വം. We have very good example in our block, in our community where we live in Philadelphia. ഫിലദൽഫിയയിൽ ഞങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സാക്ഷ്യമുണ്ട്. We are all together 7 people in the home.
ഞങ്ങൾ 7 പേരാണ് ഭവനത്തിലുള്ളത്. I have a 3 daughters and 2 sons. എനിക്ക് 3 പെൺമക്കളും 2 ആൺമക്കളുമാണ് ഉള്ളത്. My eldest son and he's married and he have 1 son and I am grandson. എനിക്ക് ഒരു കൊച്ചുമകനുണ്ട്. This is all about God. ഇതാണ് ദൈവം He has blessed me. ദൈവം എന്നെ ഇങ്ങനെ Once again, I thank you very much for your time you have given me നിങ്ങൾ to give the glory and give the honor to His name only. ദൈവനാമ മഹത്വത്തിന് I'm so happy to be among all of God people here. Thank you. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രേയർ വെച്ച് നടക്കുന്ന മീറ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിരുന്നു. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാനുമായോ ഈ മിനിസ്ട്രിയുമായിട്ടോ ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഇമെയിലിലോ ടെലിഫോൺ നമ്പറിലോ ഞങ്ങളുമായി ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അതുപോലെ തന്നെ ഡാളസിലേക്ക് നിങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ, ഹെവൻലി കിങ്ഡം ഫെലോഷിപ്പിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എവറി സൺഡേ ഈവനിങ് 6 to 8:30 നടക്കുന്ന മീറ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെ അറിയിക്കുന്നു. അതുപോലെ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രേയറിലേക്കും നിങ്ങൾക്ക് സ്വാഗതം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും വീണ്ടും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.